ഓക്കെ ഗൈസ്, അങ്ങനെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും വെൽക്കം ഗൈസ്. അപ്പൊ നമ്മൾ ഇന്ന് വെറൈറ്റി ആയിട്ട് ആരും ചെയ്യാത്ത ഒരു ജിം വ്ളോഗ് നമ്മളിന്ന് ചെയ്യാൻ പോവാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുമായ സായ്സ് അവർകൾ സായ്സും ഉള്ളതാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മളിത് പുഷ് ഡേ എന്ന് പറയുമ്പോൾ ചെസ്റ്റ്, ട്രൈസ്, ഷോൾഡർ, ഇത് മൂന്നുമായിരിക്കും നമ്മൾ ഇന്നത്തെ വർക്കൗട്ട്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് തന്നൊരു മൈക്കാണ് ഗൈസ്. താങ്ക് യു ഫോർ ദി മൈക്ക് ബ്രോ. അപ്പോൾ ഇത് ടെമ്പററി ആണ്, നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു കൊടുത്തിട്ട് നമ്മൾ പുതിയ ഒരെണ്ണം മേടിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ജിമ്മിലോട്ട് പോയിട്ട് അവിടെ എന്തൊക്കെ നടക്കുന്നത് നമുക്ക് കണ്ടറിയാം ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ജിമ്മിലെത്തിയിട്ടുണ്ട്. ഇന്ന് വലിയ തിരക്കൊന്നുമില്ല. തിരക്കാണിച്ചു കൊടുത്തേ. ഇന്ന് വലിയ തിരക്കൊന്നുമില്ല. ഒരു 19 പേര് കൂടിപ്പോൾ, ഒരു 19 പേരേ ഉള്ളു. അപ്പം നമ്മളത് പുഷ് വർക്കൗട്ടാണ് ഗൈസ്. അപ്പം നമ്മൾ നേരെ വാമപ്പ് സെറ്റിലോട്ടായിരിക്കും പോകുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒളിച്ചിരുന്ന് ചെയ്ത് നാണക്കേടായിട്ടൊന്നുമല്ല, എല്ലാവരും നോക്കുന്നുണ്ടൊന്നുമല്ല. നമുക്ക് ഇന്ന് നല്ലൊരു പുഷ് ഡേ വർക്കൗട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല വാമപ്പിലേക്ക് വേണം. ബിക്കോസ് വാമപ്പ് മേക്സ് യുവർ ഹാർട്ട് അപ്പ്. അതിലങ്ങനെ അവന്റെ ഫസ്റ്റ് സെറ്റ് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. 4, 5 ചവച്ചടിക്കലാണ് ഇവന്റെ മെയിൻ. കാരണം അവനൊരു കോൺഫിഡന്റ് ലാഡാണ്. അടുത്തതായി മിസ്റ്റർ സായ്സ് വ്ലോഗ് എടുക്കുന്നെന്ന് പറഞ്ഞപ്പം അവ ഇച്ചിരി വെയിറ്റ് കൂട്ടി എടുക്കും നേരത്തെ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഫസ്റ്റ് സെറ്റ് തന്നെ അതാ കൂട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ആഹാ, പറ്റിയ പാട്ട്. പക്ഷെ നിങ്ങൾക്ക് പാട്ട് നിന്ന് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. പാട്ട് കേട്ടാൽ കോപ്പിറൈറ്റ് ഉറപ്പ്. സായ്സ് വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഡംബിൾസ് അവിടെ വെച്ചിട്ട് ബ്രോ എങ്ങനെയുണ്ടായിരുന്നു? അയ്യോ, ഓഹോ, അവന്റെ പൊക്കിയനവൻ കുറെ നേരം ആയില്ലേ. ഇപ്പൊ ജിമ്മിട്ടിരിക്കുന്ന പാട്ട് ഇതിന്റെ വോയിസ് ക്യാൻസലേഷൻ കൊണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിച്ച നല്ല കാര്യം. ആ പാട്ടൊന്ന് പാടിക്കൊടുത്തേ. ഞാൻ പാട്ട് പാടിക്കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വീഴും. പക്ഷെ എന്നാലും പാടാം. റമ 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 കേട്ടെ. മൂന്നാമത്തെ സെറ്റിലോട്ട് കടക്കുകയാണെങ്കിൽ സെയിം വെയിറ്റ് നമുക്ക് പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ സെയിം വെയിറ്റിലോട്ട് പോവാണെങ്കിൽ കൊറേ പേര് നമ്മളെ നോക്കുന്നുണ്ട്. അപ്പോ ഞാനും അതിലും സോഷ്യൽ ആങ്സൈറ്റിയെ ബ്രേക്ക് ചെയ്തുകൊണ്ട് എടുക്കുന്ന റീലാണ്. അതുകൊണ്ട് എല്ലാവരും ലൈക്ക് അടിക്കണം. ആരെങ്കിലും നമ്മളെ നോക്കുന്നോ ഇല്ല എന്ന് അറിയണമെങ്കിൽ നമ്മൾ അവരെ നോക്കണം. അതുകൊണ്ട് ഞാനും അവനും ആരെയും നോക്കുന്നില്ല. കണ്ടില്ലേ, അവൻ അടിക്കുന്ന കണ്ടില്ലേ? കുറെ കണ്ണുകൾ ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. കാരണം ഈ ജിമ്മില് വ്ളോഗിങ് എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കൊണ്ടുവന്നു ഗൈസ്. അടുത്തത് നമ്മൾ സർപ്രൈസ് ആണ് ഗൈസ്. ഇത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള വർക്കൗട്ടാണ്, ബെഞ്ച് പ്രസ്. അപ്പൊ ഇത് ആരും അടിച്ച് ശീലം കാണത്തില്ല. അതുകൊണ്ട് ഞാനിപ്പോ അടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ബെഞ്ച് പ്രസ് നമുക്ക് 3 സെറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒക്കുന്ന വെയിറ്റിട്ട് നമ്മൾ അടിക്കും. അടുത്ത നമ്മുടെ സഹോദരൻ സായ്സ് വ്ളോഗ് ചെയ്യുന്ന അറിയപ്പോൾ ഞാൻ പറഞ്ഞു വ്ളോഗ് ചെയ്യുമ്പോൾ വെയിറ്റ് കൂട്ടുന്നു. കണ്ട, ഞാൻ 10 ഇട്ടാൻ 20 ഇടും, ഞാൻ 20 ഇട്ടാൻ 40 ഇടും. Let's go. പോട്ര മോനെ. ഹൈവ സെറ്റ്. ഇന്ന് നല്ല ആളുണ്ട് കയ്യിൽ, നല്ല സൂപ്പർ ആളുണ്ട് കയ്യിൽ. പിന്നെ കഴിഞ്ഞവൻ കൈയിട്ടുണ്ട്. മുടിയൊക്കെ ഒന്ന് ഒതുക്കി നിർത്തട്ടെ ഇവിടെ പെണ്ണടാ പോടെ. അതാണ് നമ്മുടെ ട്രെയിനർ. സപ്പോർട്ടാണോ? നോക്ക്, പറ്റില്ലെങ്കിൽ അപ്പോഴേ ഇത് താഴിട്ടിട്ടങ്ങ് വരാം. ആ വോട്ട്
നമ്മള് ആദ്യം ഇതിന് സപ്പോർട്ട് വേണോ ഒന്നും അറിയാൻ വയ്യ ഗൈസ്. നോക്കട്ടെ. അതിലിപ്പോ ഒരു സിഗ്നൽ വരും. ഓ ഇല്ല ഗൈസ്, അതിലടിക്കുന്നുണ്ട്. ഈ വീഡിയോ കട്ടാവുന്നതായിരിക്കും. പോട്ട്. ഞാൻ വീണിട്ടില്ല, ഞാൻ സർവൈവ് ചെയ്തു. ഞാൻ മരിച്ചെന്ന് വിചാരിച്ചിട്ട് ഒരു നിമിഷത്തേക്ക് ഞാൻ മരിച്ചെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ സ്റ്റിൽ അലൈവ്. അപ്പൊ അവന്മാരവിടെ മാട്ടടി. നമുക്ക് ഒരു പണിയില്ല, നമ്മളിങ്ങനെ കറങ്ങി ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കണം. അപ്പം ജിമ്മിൽ ആളില്ലാത്തോണ്ട് നമുക്ക് ജിമ്മിൽ ആളില്ലാത്തോണ്ട് വലിയ പാടില്ല. മെഷീനൊക്കെ അപ്പം കിട്ടും. ഭയങ്കര ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡമ്പല് വെച്ചിട്ട് പോയാൽ ഇങ്ങനെ ആക്കുമ്പോ ഡമ്പല് കാണും. എല്ലാരും നോക്കുന്ന കൈസ്. ഞാനും അതില് ഒരുമാതിരി അഭിനയിച്ച് നിൽക്കുവാണ് കൈസ്. സത്യം പറയാൻ ഞങ്ങൾ രണ്ടുപേരും ഇൻട്രോവേർട്ടാണ്. അപ്പൊ ആൾക്കൂട്ടം നമുക്ക് പറ്റത്തില്ല. നമ്മളെ ട്രെയിനർ ഇക്കാര്യം നമ്മളൊക്കെ ചിരിച്ച് ആള് പോയിട്ടുണ്ട്, ആൾ ഒഴുകി വന്നിട്ടുണ്ട്. അപ്പം സായിസ് വെയിറ്റ് ഇട്ടിട്ട് അടിക്കാൻ പോകുന്ന സുഹൃത്തുക്കളെ. നേരത്തെ ഞാൻ മരിച്ചെന്ന് വിചാരിച്ചു, പക്ഷെ ഞാൻ വീഡിയോ എടുക്കുന്നോണ്ട് മാത്രം ഞാൻ എങ്ങനെയൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. കുഴപ്പമില്ല. എന്റെ പൊന്നെ മാഷാ അല്ലാഹ് ഗൈസ്. അങ്ങനെ നമ്മുടെ സായിസ് 60 കിലോ, 60 ബാക്കി 20 ബാറും നമ്മൾ കൂട്ടുന്നില്ല, നമ്മൾ 60 കൂട്ടുന്നുള്ളൂ. അപ്പൊ 60 കിലോ ആയിട്ട് നമ്മുടെ സായിസ് ഇവിടെ ബെഞ്ച് പ്രസ് അടിക്കാൻ പോവാണ് ഗൈസ്. കൂട്ടോ സീൻ ഞാൻ പറഞ്ഞില്ല, ഇന്ന് വ്ലോഗ് എടുക്കുന്നുണ്ട്. ആളിനെ ഇച്ചിരി വെയിറ്റ് കൂട്ടിയായിരിക്കും അടിക്കുന്നത്. അയ്യോ, നമ്മുടെ ട്രെയിനർ എന്തോ TV ഇടാൻ പോവാണ്. ഈ സിനിമയുടെ ഏക ജിമ്മ്. അതിലിവിടെ ഫോം തെറ്റിച്ചിട്ടൊരു കളിയില്ല അതില്. അതുകൊണ്ട് അതില് വെയിറ്റ് ഊരിക്കളഞ്ഞിട്ട് ഫോം കറക്റ്റ് ചെയ്തടിക്കുവാണ്. ബിക്കോസ് ഫോം ഇല്ലെങ്കിൽ മസിൽസ് ഇല്ല എന്ന് അതിനറിയാം. അതാണ് അതിൻ്റെ ശരീര സൗന്ദര്യത്തിൻ്റെ ഒരു രഹസ്യം. പിന്നെ വേറൊരു സംഭവം, ഇതുവരെ നമ്മുടെ ട്രെയിനർ ഫീസ് ചോദിച്ചില്ല. നമ്മൾ കാണുമ്പം ചിരിക്കുന്നുണ്ട്, പക്ഷേ ഫീസ് ഇതുവരെ ചോദിക്കുന്നില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. നമ്മൾ ട്രെയിനർ തോണ്ടേ അടുത്ത സിനിമ എന്താ ഇടുമെന്ന് പറഞ്ഞ് നിൽക്കുവാണ്. എപ്പോഴും TV-യിലൊക്കെ ഇങ്ങനെ സിനിമ ഇട്ടുകൊണ്ടിരിക്കും. അതാണ് നമ്മളിവിടുത്തെ ട്രെയിനറുടെ പ്രത്യേകത. അടുത്ത് എന്താ സിനിമ ഇടുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. കണ്ടില്ലേ ഇവിടെ ഇടുന്ന പരസ്യം കേട്ടത്? എനിക്ക് ഉറപ്പ് ഏതെങ്കിലും ഇംഗ്ലീഷ് സിനിമയുടെ രംഗങ്ങളായിരിക്കും. നമ്മുടെ ജിമ്മിൽ ട്രെയിനറുടെ അടുത്തോട്ട് പോവാണ് ഗൈസ്. ലെറ്റ്സ് ഗോ ടു ദി ട്രെയിനർ. എങ്ങനെയുണ്ട് ജിമ്മിന്റെ കച്ചവടം? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഫീസൊക്കെ കറക്റ്റ് ആൾക്കാർ തരുന്നുണ്ടോ? തരുന്നുണ്ട്. എല്ലാം നല്ല പിള്ളേരാ അമ്മകള്. നമുക്കിവിടെ സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഇത് കൊല്ലം പള്ളുമുക്ക് അൾട്ടിമേറ്റ് ആണ് ജിമ്മിന്റെ പേര്. പേര് പറ. എന്റെ പേര് ഷമീം. ഇന്ന് ഏത് സിനിമയൊക്കെ ഇടുന്ന? ഏത് സിനിമ? അങ്ങനൊന്നും ഇല്ല, പിള്ളേർക്ക് ആവശ്യമുള്ള എല്ലാം ഇട്ട് കൊടുക്കുന്നതായിരിക്കും. പിള്ളേർക്ക് ആവശ്യമുള്ള എല്ലാം ഇട്ട് കൊടുക്കുന്നതാണ്. ഇവിടെ എല്ലാരും കുഴപ്പമില്ല. ആദ്യമായിട്ടാകുമ്പോ എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ കുറച്ച് ചടുപ്പ്. നമ്മളും അങ്ങനെയൊക്കെ ആയിരുന്നു. അതും പറ ഇത്രയൊന്നും ഇല്ലായിരുന്നു. അത് സത്യ. ഇവരെ കണ്ട ഞാൻ ഇങ്ങനെ ആയത് ശരിക്കും. നമുക്ക് ഇവന്മാരെ വർക്കൗട്ട് എപ്പോ തീരും? ഇവന്മാരെ വർക്കൗട്ട് എപ്പോ തീരും അറിയത്തില്ല. ഇവന്മാർ ഒത്തിരി പേരുണ്ട്, മനസ്സിലായി. അവന്മാരെ കാണിച്ചു കൊടുത്തേ. 4. പിന്നെ അവിടെ ഇൻക്ലൈൻ ചെയ്യുന്നവന്മാര് ഇവന്മാരെ ഗ്യാങ്ങിലുള്ള വേറെ 2 പേരാണ്. ഇവന്മാര് മൊത്തത്തിൽ 6 പേരുണ്ട്. 6 പേര് കൂടുന്നൊരു 6 ഗ്യാങ് ആണ്. ഇനി വേറൊരു കുറെ ഗ്യാങ്ങുകളുണ്ട് ഗൈസ് ഇവിടെ ജിമ്മില്. 6 ഫിംഗേഴ്സ്. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വീഴും. അങ്ങനെ അതിൽ അടുത്ത എന്തോ അടുത്ത കേബിൾ ഉണ്ടാ. കേബിളിൽ ആളില്ല. കേബിൾ ഫ്രീ. Let's go. ഏതാ നമ്മള് ഇൻക്ലൈൻ ആണ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മള് കേബിൾ ഫ്ലൈസിൽ ഓവർ ചെസ്റ്റ് ആണ് ഗൈസ് നമ്മൾ ചെയ്യാൻ പോണത്. ആള് വരുന്നേ നമുക്ക് ലോഡ് ചെയ്യാം.
ഗൈസ് ഇവിടെ ആളിച്ചിരി സീനാണ് ഗൈസ്. അപ്പം നമ്മുടെ സായിസ് ബ്രോ നമുക്ക് ഇവിടെ കേബിൾ സെറ്റ് ചെയ്യാണ്. Let's go. അയ്യോ ഇതെന്റെ കയ്യല്ലേ കാണുന്ന. ഇപ്പൊ സെറ്റായി. ഇവിടെ ഒരാളൊന്ന് പതുങ്ങി നിപ്പുണ്ട് ഗൈസ്. അവ മിക്കവാറും ആ കേബിള് റാഞ്ചിക്കൊണ്ട് പോകുന്നതായിരിക്കും. അപ്പുറം പോകും, അവിടെ ആളടിക്കുക. നമുക്ക് 2 മൈക്കിന്റെ ആവശ്യമുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി. അതുകൊണ്ട് ആരെങ്കിലും 2 മൈക്ക് സ്പോൺസർ ചെയ്യാം. 12,000 ആയാലും കുഴപ്പമില്ല, നമ്മൾ ലോ ബഡ്ജറ്റ് എടുക്കുന്നതാണ്. ഒന്ന് 2 3 നമുക്ക് കണ്ടിക്കേസ് തന്നെ പൊക്കി. ഇതൊക്കെയാണ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് സപ്പോർട്ട്. ബ്രോ സപ്പോർട്ടിനെ പറ്റി എന്താണ് അഭിപ്രായം? അവന്മാരെ നല്ല സപ്പോർട്ടായിരുന്നു. അവന്മാരെ ഗ്യാങ് ഫുൾ സപ്പോർട്ടായിരുന്നു. ഇത്രയും പേര് നമുക്ക് നോക്കി നിൽക്കുമ്പോൾ നമുക്കൊരു പഞ്ച് കിട്ടും. നമുക്ക് ഇത്രയും പേര് നോക്കി നിൽക്കുമ്പോൾ അതൊരു സപ്പോർട്ട് തന്നെയാണ് ഗൈസ്. ആ ഒരു സപ്പോർട്ട് ഉണ്ടെന്ന് കരുതിയാണ് ഞാൻ അടിക്കാൻ നോക്കിയത്. പക്ഷെ എന്റെ ശരീരം ചതിച്ചു. എനിക്ക് വെയിറ്റ് പോയില്ല. സോ നമ്മൾ വെയിറ്റ് കുറച്ചിട്ട് നമ്മൾ ഫോം കറക്റ്റാക്കി നമ്മൾ കറക്റ്റ് പൊസിഷനിൽ വെച്ച്, ഇവനിതവിടെ പോകുന്നു, കറക്റ്റ് പൊസിഷനിൽ വെച്ച് നമ്മൾ സെറ്റായിട്ട് അടിച്ച്. നമുക്ക് ഈഗോ ലിഫ്റ്റിങ് നമുക്ക് ഇഷ്ടമല്ല. വെറുതെ ഓരോ സ്ഥലത്ത് ഒളുക്കിയിരിക്കുന്നതിനെക്കാട്ടി നല്ലത് നമുക്ക് കറക്റ്റ് വെയിറ്റ് ഇട്ട് പോകണമെന്നില്ലേ. സോ അത് പറ്റാത്തോട്ടൊന്നല്ല കേട്ടോ. ഇവിടെ താളെന്നൊന്നും തീരത്തില്ല. നമുക്ക് കേബിൾ അടിക്കാന്ന് വെച്ചാൽ ഇങ്ങനെ പോയി നമ്മളൊരു 50,000 ജിമ്മിലോട്ട് മാറും. പക്ഷേ ഇവിടുത്തെ വലിപ്പം കണ്ടിട്ട് ആംബിയൻസ് കണ്ടിട്ടാണ് നമ്മൾ കയറുക. നമ്മൾ കൊച്ചിയിലോട്ട് വർക്കൗട്ട് ചെയ്ത് വന്ന ജിമ്മാണ്. അതിൽ എൻ്റെ മസിൽസ് ഒക്കെ ഉണ്ടില്ലേ, അതിൽ ഷോൾഡർ നല്ല രീതിക്കുണ്ട്. അതിന് പഴയ ജിമ്മിൽ ഷോൾഡർ വർക്കൗട്ട് കാണിച്ചു കൊടുത്താൽ ഇപ്പൊ അതിൽ നിങ്ങൾക്ക് കാണിച്ചു തരും എങ്ങനെയാണ്. ബാർ എടുക്കുക, എങ്ങനെ പിടിക്കണം. ഇതായിരുന്നു എൻ്റെ പണ്ടത്തെ ജിമ്മിൽ എന്നെ പഠിപ്പിച്ച വർക്കൗട്ട്. അത് ചെയ്ത് എനിക്ക് ട്രാപ്സ് നല്ല ബൾക്കായിട്ടുണ്ട്. ആദ്യം ട്രൈ ചെയ്യരുത്, വേണമെങ്കിൽ കുഴ തെറ്റിപ്പോണ ഏർപ്പാടാണ്. ഹലോ ബ്രോ, ഹലോ. അവൻ ഇനിയും 3 സെറ്റ് ഉണ്ടോ? ടെസ്റ്റ് അടിക്കാൻ ആണോ? താങ്ക് യു ബ്രോ. അവൻ നല്ലൊരു മനുഷ്യനുണ്ടാവും. പറയും എത്ര സെറ്റ് ഉണ്ടെന്ന്. ഞാൻ പറയും 3 സെറ്റ്. എന്നാൽ കുഴപ്പമില്ല ബ്രോ അടിച്ച് ഞാൻ ടിപ്സിൽ പോയി അടിച്ചോളാം. അടുത്ത സായിസ് വെയിറ്റ് ഇട്ടിട്ട് ചെസ്റ്റ്, ലോവർ ചെസ്റ്റിന് നല്ല പൊളപ്പം വർക്കൗട്ട് കൊടുക്കാൻ പോണ സുഹൃത്തുക്കളെ. എന്റെ പൊന്നേ പോട്ട്. ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെറിയ ഇഷ്യൂ വരും. ചിലപ്പോൾ സൗണ്ട് നിങ്ങൾക്ക് ചെറിയ ഇഷ്യൂ വരും. കാരണം നമുക്ക് ഇതെല്ലാം ലോ ബഡ്ജറ്റ് അഫോർഡബിൾ പ്രൈസിന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. സോ എല്ലാവരും. പക്ഷെ എന്റെ പൊന്നെ ഇവൻ കയ്യില്ലാത്ത ഉടുപ്പിട്ടെന്ന് എന്തുവാ ഇവിടെ കസറത്ത് കാണിക്കുന്ന ഇവൻ. സത്യം പറഞ്ഞ ഈ ജിം ഉണ്ടല്ലോ, ഈ ജിം സംഭവം താഴെയായിരുന്നു. എന്താ ഈ ജിമ്മ് താഴെയായിരുന്നു ഗൈസ്. ഈ ജിമ്മ് മുമ്പ് ഇങ്ങനെ അല്ലായിരുന്നു. ഈ ജിമ്മിന് ഇതിന്റെ പകുതി ഉള്ളായിരുന്നു. അങ്ങനെ ഇവിടുത്തെ ഇക്കാമാര് പൊളിച്ച് മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് സ്ക്വയർ ഫീറ്റും കൂട്ടി അങ്ങനെ ഇതൊരു മുട്ടൻ ജിമ്മായത്. എൻ്റെ അഭിപ്രായത്തിൽ കൊല്ലത്തെ ഏറ്റവും വലിയ ജിം ഇതാണ്. ഏരിയ വൈസ് നോക്കി കഴിഞ്ഞാലും അത്യാവശ്യം ഇതും നല്ല മെഷീൻസൊക്കെ ഇവിടെ കാര്യങ്ങളുണ്ട്. ഇവിടെ ആദ്യം എൻ്റെ അടുത്ത് വൈഡ് ഇടലൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ വൈഡ് ഇട്ടെടുത്തു, കാരണം എന്നെ തിരിച്ചു വെച്ചാൽ കിട്ടത്തില്ല. പക്ഷെ അതിൻ്റെ കൊടുക്കുമ്പോൾ ഞാൻ വൈഡ് മാറ്റും. ഇതവൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന എല്ലാം കേൾക്കും. അവനിതൊന്നും കണ്ടില്ലേ, അവൻ്റെ പോസിങ് കണ്ടില്ലേ. നമ്മുടെ ജിമ്മിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നേ. ഞാൻ സാംസുലുക്ക് ആവാൻ പോവാ. സാംസുലുക്ക് സ്പൈഡർമാൻ ട്രെയിൻ നിർത്തുന്നു. 1 2 3 അടിക്കടാ. അവൻ നമുക്കിനി മൈക്ക് ആദിലിന് കൊടുക്കാം. ആദിൽ ബ്രോ
താങ്ക് യു. നമുക്ക് ഭയങ്കര വെയിറ്റ് ഒന്നും പറ്റത്തില്ല ഗൈസ്. സായിസ് എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ബോഡി ബിൽഡിംഗ് ആയിട്ട് നടക്കുന്ന ഒരാളാണ് ഗൈസ്. അപ്പൊ നമുക്ക് അവനെ പോലെ നമുക്ക് ഓവറായിട്ട് അടിക്കാൻ പറ്റത്തില്ല. എന്താണ് അവനെ നോക്കി വെള്ളം ഇറക്കുന്നത്? നമുക്ക് ചെസ്റ്റ് വർക്കൗട്ട്. എല്ലാവരും അതിമനോഹരമായി ഒരു സിനിമ ഇവിടെ ഇട്ടിട്ടുണ്ട് സുഹൃത്തുക്കൾ. ഒരു സിനിമ, ഇതേതാ സിനിമ? റെസിഡന്റ് ഈവിൽ ആഫ്റ്റർ ലൈഫ്. അതിശരി. അപ്പം ഇവിടെ നമ്മൾ ഞാൻ ഇപ്പം വർക്കൗട്ട് കറക്റ്റ് പോയിട്ട് 1 വർഷമായി. 1 വർഷത്തിന് ശേഷമാണ് ഞാൻ ഇപ്പം കറക്റ്റ് വർക്കൗട്ട് പോണത്. സായിസിന് വർക്കൗട്ട് കഴിഞ്ഞ് നമുക്ക് അവനെടുക്കാം. നമ്മൾ അടുത്തതായി നമ്മൾ അടിക്കാൻ പോകുന്നത് പെഗ് ഫ്ലൈസ് ആണ്. നമുക്കൊന്ന് പറന്നിട്ട് വരാം. അവിടെ ഇരിക്കുന്ന സ്ത്രീയെ നമുക്ക് അവിടെ നോട്ടിക്കാം. ശുശു അടിച്ചു കഴിഞ്ഞ പീസ് സിമ്പിൾ ആണ് കാണിച്ചിരിക്കുന്നത്. 2 സെറ്റും കൂടെ ഉള്ളത്. നമുക്ക് 2 സെറ്റ് വരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ പിന്നെയും ക്യാമറയിലോട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ എല്ലാവരും എന്നെ മിസ് ചെയ്തെന്നറിയാം. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ 1 വർഷമായി കറക്റ്റ് വർക്കൗട്ട് പോയിട്ട്. അപ്പം എനിക്ക് 79 കിലോ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് എനിക്ക് 68 പോയി. അപ്പം അത്ര വെയിറ്റ് എനിക്ക് ഡിഫറൻസ് വന്ന്. അതാണ് നേരത്തെ എനിക്ക് ബെഞ്ച് പ്രസ് നമ്മൾ 20 1 സൈഡ് 20 ഇട്ടിട്ട് നമ്മൾ നോർമലായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന എഴുതുന്നത്. അപ്പം അത് പറ്റുന്നില്ല. ഇപ്പം 3 ഒരു സൈഡിൽ 30 എന്നുവെച്ചാൽ 60 അതിട്ടിട്ട് നമുക്കിപ്പോൾ മാക്സിമം പോകുന്നുള്ളൂ. അപ്പം നമുക്ക് അത്രയും പാടായിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ പണ്ട് വന്നുകൊണ്ടിരുന്ന ജിമ്മാണ്. പണ്ടെന്ന് പറയുമ്പോൾ 2022 അപ്പോഴാണ് വന്നുകൊണ്ടിരുന്ന ജിമ്മാണ്. അതിന് ശേഷം ഇപ്പോൾ കുറേ നാൾക്ക് ശേഷം നമ്മൾ പിന്നെ തിരിച്ചു വന്ന് ഇവന്മാരൊക്കെ ചെന്നൈ പോയി. അപ്പം ഞാൻ ജിമ്മ് നിർത്തി. അങ്ങനെ 1 കൊല്ലം ഗ്യാപ്പ് വന്നിട്ട് ഇപ്പോൾ രണ്ടാമത് പിന്നെയും നമ്മൾ വർക്കൗട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് പെട്ടക് ഫ്ലൈസിലായിരുന്നു. അപ്പോൾ ആ ആൻറ്റി അവിടെ തന്നെ ഇരുന്ന് സിനിമയും കണ്ട് ഇങ്ങനെ ഇരിക്കുക. പെട്ടെന്ന് അത് ഇന്റർവെൽ ആവട്ടെ, അപ്പൊ എണീക്കാതെ എന്തോ ചെയ്യാനാന്ന് പറയാം. അപ്പൊ നമുക്ക് നേരെ ഇനി അവരെ മാറ്റിയിട്ട് നമുക്ക് നേരെ പെട്ടക് ഫ്ലൈസിലോട്ട് പോകാം ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ പെട്ടക് ഫ്ലൈസിലോട്ട് നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ. ഗൈസ് എല്ലാവരും സബ് അടിക്കണം, കാരണം റോഡ് 1 മില്യൺ ആണ്. അപ്പോൾ എല്ലാവരും സബ് അടിച്ച് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സായിസ് ബ്രോയും ഉടനെ വ്ളോഗ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ തുടങ്ങിപ്പിക്കും എങ്ങനെയും. അപ്പോൾ നമ്മൾ രണ്ടുപേരും വ്ളോഗ് പോകുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നേരെ പെട്ടക് ഫ്ലൈസിലോട്ട്. ഞാൻ പറയാൻ എന്താന്ന് വെച്ചാൽ ഓക്കെ വലിയ വെയിറ്റ് ഇല്ലായിരുന്നു. അപ്പം എന്താന്ന് വെച്ചാൽ എന്തോ പറയാൻ വന്നു ഗൈസ്, മറന്നുപോയി. അപ്പൊ ഞാൻ തിരിച്ച് സായിസിലോട്ട് കൊടുക്കുകയാണ് ഗൈസ്. ഇനി ക്യാമറയിൽ സായിസ് പറഞ്ഞ സായിസിന് വേണ്ട, കാരണം അത് എൻ്റെ വ്ളോഗല്ലേ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഈ ഇടയായിട്ട് സെൽഫിഷ് ആയിട്ട് വരുന്നുണ്ട് ഗൈസ്. അപ്പം അടുത്ത് നമുക്ക് സായിസിൻ്റെ വർക്കൗട്ട് കാണാം ഗൈസ്. സായിസിൻ്റെ വർക്കൗട്ട് അയ്യോ ഇവന്ത് ഇങ്ങനെ ഇരിക്കുന്ന സായിസിന് എന്തോ പറ്റി ഗൈസ്. സായിസിന് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. എല്ലാരും എന്റെ പൊന്നെ, ഇവിടെ ജനം ഭയങ്കര ആള് ഗൈസ്, ഭയങ്കര ആള്. A lot of people, a lot. ജസ്റ്റിൻ ബീബറാ. ഞാൻ ബാക്ക് ടു ബോറിംഗ് വർക്കൗട്ട്. ഇവിടത്തെ ജിമ്മിലെ മെയിൻ ടീംസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് ബാക്കില്. ഇവരൊക്കെ ജിമ്മ് തുടങ്ങിയ സമയം തൊട്ടേ ഉള്ളവരാണ്. നമ്മളൊക്കെ പണ്ടേ വരുമ്പോൾ ഉള്ള ടീമുകളാണ്. ഇവരൊക്കെ രാത്രിയാണ് ഗൈസ് വരുന്നത്.
അപ്പം ആള് കുറഞ്ഞിട്ടൊന്നുമില്ല ഗൈസ്. കുറേ പേര് അങ്ങോട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ബോഡിയുടെ കണ്ടീഷൻ. വ്ലോഗ് ചെയ്യുന്നവരെയൊക്കെ സമ്മതിക്കണം. ഇവരൊക്കെ എന്തായി കിടന്ന് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പം നമ്മൾ കുറേ വ്ലോഗ് കണ്ടിട്ടുണ്ട്. നമ്മളിത് പണ്ടേ എടുക്കണമെന്ന് വെച്ച സാധനങ്ങളാണ്. പക്ഷേ അന്നൊന്നും മനക്കട്ടിയില്ലായിരുന്നു. ഇപ്പം കാലം മാറി, കോലം മാറി, എല്ലാവരെയും മൈൻഡ് സെറ്റ് മാറാത്തവരുണ്ട്. പക്ഷെ അന്ന് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ അഗ്രസീവ് മോഡിലാണ്. അവൻ്റെ പെക്സൊക്കെ ആക്റ്റീവ് ആയിട്ടുണ്ട്. അവൻ്റെ പെക്സൊക്കെ കണ്ടില്ലേ ഗൈസ്? ഗൈസ് അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ സെറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നേരത്തെ എന്താ പറയാൻ വെച്ചെന്ന് പറഞ്ഞാൽ, നേരത്തെ ഞാൻ പറയാൻ വന്നത് ബാക്ക് ടു ദി വർക്കൗട്ട്. പിന്നെ മറന്നുപോയി ഗൈസ്, പിന്നെ മറന്നുപോയി. അപ്പോൾ ഗൈസ് നമ്മുടെ വർക്കൗട്ട് അങ്ങനെ ഭയങ്കര പ്രോ ഒന്നുമില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റിൽ പറഞ്ഞു തരണം. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണും, എനിക്ക് സൈസിനായാലും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് കാണും. അപ്പോൾ എന്തെങ്കിലും ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. അപ്പം നിനക്ക് വർക്കൗട്ട് ഇല്ലേ? ഇനി സായസിൻ്റെ ലാസ്റ്റ് സെറ്റ് ഓഫ് പെട്ടക്സ് ഫ്ലൈസ് ആണ് ഗൈസ്. ഇത് കഴിഞ്ഞിട്ട് ട്രൈസ് അതോ ഇനിയുണ്ടോ? ഇത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അതല്ല ചെസ്റ്റ്, ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി ഷോൾഡർ 2 വർക്കൗട്ട് ഇല്ലേ? ഷോൾഡർ 2 വർക്കൗട്ട് ഉണ്ട്, ട്രൈസ് 2 വർക്കൗട്ട് ഉണ്ട്. അപ്പോൾ നേരെ നമുക്ക് നമ്മൾ അടുത്ത വർക്കൗട്ടിലോട്ട് പോയിരിക്കുകയാണ്. എനിക്ക് പകരം സായിസ് കയറി അടിച്ചിട്ടുണ്ട്. ഷോൾഡർ പ്രസ് മെയിൻ മെഷീൻ ഗൈസ്. ഇതിന്റെ പേര് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പം എല്ലാവരും കമന്റ് ഡൗൺ ബിലോ. ഓഹോ, അതെന്താ താഴെ പോയ? എന്താ ഉണ്ട് സുഖം. ഈ മെഷീനിൽ വെയിറ്റ് കുറവാണെങ്കിലും പിടുത്തം നല്ലുണ്ട്. അതുകൊണ്ട് വെയിറ്റ് കുറവാണെന്ന് കമൻറ്റ് ചെയ്യുന്നവന്മാർ മാഷാ അല്ലാഹ് സ്ട്രോങ് ആവട്ടെ. അടിക്കാൻ ഒക്കുന്നവന്മാർ അടിച്ചോ, അടിക്കാൻ ഒക്കാത്തവന്മാർ ശ്രമിക്കട്ടെ. അടിക്കാൻ ഒക്കാത്തവന്മാരെ കിടന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം. ഇതിനാകുമ്പോൾ ഷോൾഡറിനൊക്കെ അതുപോലെ കറക്റ്റ് പിടുത്തമുണ്ട്. മനസ്സിലായി? നമ്മൾ ഡമ്പൽ അടിക്കാന്ന് വിചാരിച്ച്, പക്ഷേ പിന്നെ വേണ്ടാന്ന് വെച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് അടിക്കുകയാണെങ്കിൽ കറക്റ്റ് പിടുത്തം കിട്ടും. ഡമ്പൽ അവിടെയൊക്കെ മൊത്തം ആളുകൾ, അതുകൊണ്ട് നമ്മൾ ഡമ്പൽ എടുക്കുന്നില്ല. നമ്മൾ മെഷീനിൽ സായസിൻ്റെ വർക്കൗട്ടൊക്കെ സുഹൃത്തുക്കളെ കൈകിട്ടിട്ട് സായസൊക്കെ വെള്ളം കുടിക്കാനായിട്ട് പോകണം. ഞാനും പോവാണ് സുഹൃത്തുക്കളെ. ലെറ്റ്സ് ഗോ ആൻഡ് ഡ്രിങ്ക് സം വാട്ടർ. ലെറ്റ്സ് ഗോ. എൻ്റെ പൊന്നു, ഇവിടെ എന്താ ലൈൻ കട്ട്. ഇവിടെ കൊലപാതകം നടക്കുകയാണ് സുഹൃത്തുക്കളെ. ഈശ്വരാ, ഒത്തില്ല. ചമ്മി. നീ ഉണ്ടോ അടിക്കാൻ? അടിച്ചോ? ഓക്കെ. ഇനി ഇവനാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ദാദ. അവരെല്ലാരെയും വിളിക്കുന്നുണ്ട് സപ്പോർട്ട്. നമുക്ക് നോക്കാം അവനെ കൊണ്ട് സാധിക്കുമെന്ന്. ഓക്കെ, സപ്പോർട്ടിന് ആൾ വന്നിട്ടുണ്ട്. ഇനി കാണാം തലയുടെ വിളയാട്ടം. അവ അടിക്കും തോന്നട്ടാ. അവ അടിച്ച് പൊളി. പണ്ട് നമ്മളൊക്കെ അടിച്ചോണ്ടിരുന്ന വെയിറ്റ് ചെയ്തു. അതെ ഇത്ര മതി. ഓവറായിട്ട് അടിക്കണ്ട. നമ്മള് ഓവറായിട്ട് അടിച്ചൊരു കാര്യമില്ല. അപ്പം നമുക്കിനി അടുത്ത വർക്കൗട്ടിലോട്ട് പോകാൻ സുഹൃത്തുക്കളെ. ടിങ് ടോങ്. How was the workout? It was marvelous. I have nice soreness in my left and right shoulders, and I can feel my shoulder. Enough. Guys, അങ്ങനെ നമ്മുടെ അടുത്ത വർക്കൗട്ടായ ലാറ്ററൽ റേസ് നമ്മുടെ സായിസ് തുടർന്ന് വെക്കാൻ പോവാണ് സുഹൃത്തുക്കളെ. അപ്പൊ നമുക്ക് എത്ര സെറ്റ് ആയിരുന്നു? 3 സെറ്റ് ഇല്ലേ? 3 സെറ്റ് ഫെയിലിയർ, 3. അപ്പൊ നമുക്കിങ്ങനെ കൗണ്ട് ഇല്ല, നമ്മൾ മൊത്തം ഫെയിലിയർ ആണ്. ശരി, അവൻ ലൂസർ അല്ല, അവൻ ഫിറ്റ് ആണ്. ഞാൻ പറഞ്ഞ ലൈറ്റിങ്ങും കാര്യങ്ങളും കുറച്ച് വിഷയം വരും. നമ്മുടെ ലോ ബഡ്ജറ്റ്. സൈസ് ബാക്കിലോട്ട് നിന്നോടാ, അങ്ങോട്ട് നിന്നോ. അവിടെ നിന്നോ.
ഞാൻ പറയില്ലേ, നമുക്ക് എന്തെങ്കിലും തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് എല്ലാവരും കമന്റിലിട്ട് പറയണം സുഹൃത്തുക്കളെ. അങ്ങനെ ഇവിടെ നമുക്ക് നല്ലൊരു ലൈറ്റിംഗ് അറ്റ്മോസ്ഫിയർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിന്റെ പമ്പ് നോക്കാം. അതിന് പേഴ്സണൽ കോച്ചിങ് എടുത്തിട്ടുണ്ട്. എന്താ പറയാ, അപ്പൊ അവനോട് തന്നെ സെൽഫായിട്ടാണ് എടുത്തിരിക്കുന്നത്. അവൻ തന്നെയാണ് അവന്റെ പേഴ്സണൽ കോച്ച്. നാളെ നമ്മളുടെ വർക്കൗട്ട് എന്ന് പറയുന്നത് വിങ്സ് ആൻഡ് ബൈസെപ്സ്. നാളെ നമുക്ക് ഫുൾ ഡേ ആണ്. ഇന്ന് പുഷ് ഡേ, നാളെ ഫുൾ ഡേ. ഇന്ന് ഫുൾ ഡേ, നാളെ പുഷ് ഡേ. വാസോ മേസോ പാസോ മേസോ പാസോ മേസോ പാസോ മേസോ പാസോ മേസോ മാമാ പാ 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 പാ. പെണ്ണുങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന നടക്കാണ്. ഇവ വിവാദം ഉണ്ടാക്കാൻ പോവാണ്. ആദ്യം കാണാൻ ഹോട്ടാണ്, സെക്സിയാണ്, മാദക റാണിയാണ്. അയ്യോ എന്താ ഇവിടെ നമ്മുടെ അടുത്ത വർക്കൗട്ട് കാണോ അടുത്ത വർക്കൗട്ട് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. സ്കൾ ക്രഷർ. ഇവിടെ പാട്ടിട്ടോണ്ട് നിങ്ങൾക്ക് ഈ സൗണ്ട് ഇവിടെ കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പം നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് നമ്മുടെ സായിസ് ഇവിടെ അടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇതിന്റെ കയ്യില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ വർക്കൗട്ട്? ഞാൻ നക്ഷത്രം കണ്ടു. അങ്ങനെ നമ്മൾ സ്കൾ ക്രഷറിലേക്ക് ചാടിയിട്ടുണ്ട് ഗൈസ്. സ്കൾ ക്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയൊട്ടി ചളുക്കുക എന്ന് മാത്രമല്ല, നമ്മുടെ ട്രൈസെപ്സിന്റെയും മസിലുകളുടെയും ശാരീരിക സൗന്ദര്യം വളർത്തുവാൻ സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ്. നമ്മളുടെ ആദിൽ ബ്രോ ഇപ്പോ അടിച്ച് പൊളിക്കാൻ പോണ് ഗൈസ്. അവൻ സ്കൾ ക്രഷർ പൊളിക്കാൻ പോണ് ഗൈസ്. നമുക്ക് സപ്പോർട്ട് എടുക്കാം ഗൈസ്. 1 2 നല്ല റെഡി ബ്രോ, നല്ല റെഡി. ബാക്കില് എന്തൊക്കെ റിപ്പയറിങ് നടക്കുവാണ്. അത് റിപ്പയർ ചെയ്യാനുള്ള പിക്കറും കാര്യങ്ങളും അങ്ങോട്ട് പോയിട്ടുണ്ട്. അവന്റെ കണ്ണ് വരെ തിരിഞ്ഞു പോയി. അമ്മാരി അടിയാ അടിച്ച. അതിൽ ഞാൻ പറഞ്ഞെന്ന പെണ്ണുങ്ങളുടെ ആ പോസം ചെയ്തേ. ഇവൻ വിവാദമുണ്ടാക്കും എന്നുള്ള കാര്യം നല്ല ഉറപ്പാണ്. നമുക്ക് നമ്മുടെ എക്സ്റ്റൻഷനിലേക്ക് പോകാം ഗൈസ്. Come on guys, let's go to triceps armrest. എടുത്ത വെയിറ്റ് എപ്പോഴും തിരിച്ചു വെക്കണം. വെരി ഗുഡ് ബോയ്, വെരി ഗുഡ് ബോയ്. കിട്ടുന്നുണ്ട് എല്ലാം ക്യാമറ കിട്ടുന്നുണ്ട്. സ്റ്റാർട്ടിങ് അവർ ഓൺ ജിം. ഇവിടുത്തെ പാട്ട് ചിലപ്പോ പണി കിട്ടും. ഇവിടുത്തെ പാട്ട് ചിലപ്പോൾ പണി കിട്ടും ഗൈസ്. അപ്പം നമ്മൾ ചില സ്ഥലത്ത് മ്യൂട്ടായിരിക്കും, അല്ലെങ്കിൽ പാട്ട് വേറെ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇടയ്ക്ക് ഡയലോഗ് കട്ട് ചെയ്ത് പോയാൽ എല്ലാവരും ഊഹിച്ചോണം കേട്ടോ, എല്ലാവരും ഊഹിച്ചോണം അത് കോപ്പിറൈറ്റ് വീഴുന്നതുകൊണ്ടാണെന്ന്. സോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇതൊക്കെ ഇവിടെ ഇരിക്കുന്ന സപ്ലിമെന്റ്സ് ആണ് ഗൈസ്. സപ്ലിമെന്റ്സ് നമുക്ക് ഇഷ്ടമുള്ള വേണമെങ്കിൽ എടുത്ത് യൂസ് ചെയ്യാം. പക്ഷേ നമുക്ക് ഇത്രയും സപ്ലിമെന്റ്സ് ഇവിടെ ഇരിപ്പുണ്ട്. ഇഷ്ടമുള്ള നമുക്ക് വേണമെങ്കിൽ എടുത്ത് ഉപയോഗിക്കാം എന്നൊക്കെ ഞാൻ പറയും. പക്ഷേ ഇതെല്ലാം കാലുകുപ്പിയാണ്. നമ്മളിതൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇതെല്ലാം കാലുകുപ്പിയാണ് ഗൈസ്. കാലുകുപ്പി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, അത് കുഴപ്പമില്ല. ഇതാരെവിടെ?
പക്ഷെ ഇവിടെ നമ്മൾ ചെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്, അല്ല ട്രൈസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കേബിളിനകത്ത് ആൾക്കാർ പെറ്റ് കിടക്കും, മനസ്സിലായോ? 1 മണിക്കൂറായിട്ട് അതിനകത്ത് ആരും മാറിയിട്ടില്ല. അതുകൊണ്ട് സായിസ് ഇതിനകത്ത് അടിക്കാന്ന് പറഞ്ഞ് അതിനകത്ത് കയറുന്ന ഷോ കാണിക്കുന്നുണ്ട്. നോ പ്രോബ്ലം. കിട്ടുന്നുണ്ട്. നമ്മളെ കൊണ്ട് പറ്റാത്ത വെയിറ്റ് ആണെങ്കിൽ നമ്മൾ വെയിറ്റ് കുറയ്ക്കുക. കേബിളിനകത്താണെങ്കിൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ പ്രസവ റൂം കണക്ക് ഫുൾ ആൾക്കാരാണ്. 1-2 ഗ്രൂപ്പല്ല, 3-4 ഗ്രൂപ്പാണ്. ഒരു ഗ്രൂപ്പിൽ 5 പേര് വെച്ച് 15 പേര്, അവർക്ക് 3 പേര് വെച്ച് 15 30 45 സെറ്റ്. നമ്മുടെ ട്രെയിനർ നമ്മളെ പിറകെ ഉണ്ട്. സ്റ്റേ ഹൈഡ്രേറ്റഡ്, അതാണ് ഗോൾ. ജിമ്മിന്റെ ട്രെയിനറാണ്. സിനിമയൊക്കെ ഇട്ട് കൊടുത്ത് ടിക്കറ്റ് ഇല്ലാത്ത സിനിമ കാണാൻ പറ്റിയ ഏക ജിം. എനിക്ക് വെള്ളം കുടിക്കാം. അപ്പം ഞാൻ മൈക്ക് ആദിലിന് കൈമാറുകയാണ്. ഞാൻ വെള്ളം കുടിച്ചിട്ട് ഞാൻ കൂടെ വരും. ബാഗ് ഒന്ന് മടക്കാം. പോയി അടിക്കടോ, വെള്ളം കുടിച്ച് വയറ് നിറഞ്ഞില്ലേ? ഇതിന്റെ പിടുത്തം എങ്ങനെയാണ് നമുക്ക് ആദിലിനോട് തന്നെ ചോദിക്കാം. പിടുത്തം ഉണ്ടാ ബ്രോ? അപ്പം നല്ലൊരു വർക്കൗട്ടിലാണ് അതിൽ അടിക്കുന്നത്. നല്ല പമ്പുണ്ടെന്ന് കണ്ടാ അറിയാം. അവന്റെ കയ്യിൽ നല്ല പമ്പുണ്ട്. ആഞ്ഞടിക്കുവാണ്. അടിയോടടി, പറയടിയോ. സൂപ്പർ ബ്രോ, സൂപ്പർ. എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. ലാസ്റ്റ് ആയപ്പോ പിടിച്ചു. നിങ്ങൾ പോകുന്ന ജിമ്മില് കേബിളിന്റെ അവസ്ഥ പറയണം. നമുക്കിവിടെ ഒരു കേബിളേ ഉള്ളൂ, പക്ഷെ ഇവിടെ ഒരു പള്ളിപ്പെരുന്നാളിനുള്ള ആൾക്കാരുണ്ട്. അതാണ് ഇവിടുത്തെ കുഴപ്പം. അത് പക്ഷേ നമ്മൾ അത്ര നിർബന്ധമുള്ളവരാണെങ്കിൽ നേരത്തെ വരണം. അതാണ്. പക്ഷെ നമ്മൾ താമസിച്ചെന്ന്, സോ ഇത് നമ്മളായിട്ട് വരുത്തി വെച്ചെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നേരത്തെ വന്ന കേബിള് കിട്ടും. അത് നമുക്ക് കുഴപ്പമില്ല, നമ്മൾ ഇംപ്രവൈസ് ചെയ്യും. കണ്ടില്ലേ? പണ്ടൊക്കെ നമ്മൾ വിചാരിക്കുന്നതോ ആ ഫിസിക്കൊക്കെ നാച്ചുറൽ ആയിരുന്നു എന്ന്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ നാച്ചുറൽ അല്ലാത്തതിന് കുറ്റമൊന്നും പറയുന്നില്ല. കോമ്പറ്റീറ്റീവ് ഫിസിക്സ് നടക്കുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ നാറ്റീവ് ഇടാം. മനസ്സിലായില്ലേ? ആദിൽ, ആർ യു നാറ്റി ഓർ നോട്ട്? Yes, I'm natty. 100% I'm natty. അങ്ങനെ നമ്മൾ അടുത്ത ഡിപ്സ് വർക്കൗട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഡിപ്സിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ചെയർ വേണം. ഒരു ചെയർ നമുക്ക് അതെടുത്തിട്ട് വരാം. ലെറ്റ്സ് ഗോ. കമാൻ. നമ്മളിങ്ങനെ നമുക്ക് ചെയർ ഇട്ടിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇവിടെ മൊത്തം തിരക്കാണ്. മനസ്സിലായി? ഒന്ന് കണ്ണ് തെറ്റി അപ്പൊ തലക്കടി കിട്ടും. താങ്ക് യു. അപ്പൊ നമുക്ക് എല്ലാരും വഴി ഒരുക്കി തന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. വഴി നമ്മളങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്താ തൂക്ക് കയറ്. ഓക്കെ, നമുക്കിനി ഇതിട്ടിട്ട് നമുക്ക് സെറ്റ് രണ്ടുപേർക്ക് ഒന്നിച്ചാവാന്ന്. അങ്ങനെ നമ്മൾ ഇതിനകത്ത് ഇരുന്നായിരിക്കും ടിപ്സ് അടിക്കാൻ പോകുന്നത്. അപ്പൊ ലെറ്റ്സ് ഗോ ടു ദി വർക്കൗട്ട്. കേട്ടില്ല ബ്രോ? എടാ കള്ള, നീ അല്ലേ ഇപ്പൊ അടിച്ചത് ലാസ്റ്റ്? ഈഗ വെക്കാതെ സായിസ് ബ്രോ, ഈഗ വെക്കാതെ. ലെറ്റ്സ് ഗോ ടു ദി നെക്സ്റ്റ് വർക്കൗട്ട്. നമുക്ക് ടിപ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രൈസെപ്സിന്
ബൈസെപ്സിനാണെങ്കിൽ ഡിപ്സ് വെറും ലൈറ്റ് വെയിറ്റ് ആണ് കൊടുക്കുന്നത്. ലൈറ്റ് വെയിറ്റ്, ഒട്ടും വെയിറ്റ് ഇല്ല, ഒട്ടും വെയിറ്റ് ഇല്ല ഗൈസ്. അപ്പം പടച്ചോൻ സമ്മതിക്കുന്നില്ലല്ലോ. നമ്മള് കൂടുതൽ അടിക്കാത്ത എന്താന്ന് വെച്ചാൽ എന്റെ ഷോൾഡർ കിളുകിള് സൗണ്ട് കേൾക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ വർക്കൗട്ട് പോവാത്തത്. അടുത്ത നമുക്ക് സായിസിന്റെയും ഡിപ്സ് വർക്കൗട്ടിലോട്ട് നമുക്ക് കിടക്കുകയാണ് സുഹൃത്തുക്കളെ. ഗീവ് മീ ദ ക്യാമറ ബ്രോ. ഓക്കെ അങ്ങനെ സായിസ് ഗോഡ് മോഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. Is he alright? ഇവിടെ പാട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം എങ്ങനെ കാര്യങ്ങളെന്ന് എനിക്കറിയത്തില്ല. How was the workout, bro? ഇറ്റ് വാസ് ഫസ്റ്റ് ഹാഫ് കൊള്ളായിരുന്നു. സെക്കൻഡ് ഹാഫ് ആവറേജ് ആയി പോയെന്ന് തോന്നുന്നു. എൻഡിങ് വെറുതെ കൊണ്ട് കളഞ്ഞ പോലെ തോന്നി. എങ്ങനെയുണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടോ? ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടോ? തിയേറ്റർ എക്സ്പീരിയൻസ് സൂപ്പറാണ്. നമുക്ക് പടത്തിന്റെ ഒരു കുറച്ചുകൂടെ സ്ക്രീൻ പ്രസൻസ് വേണമെന്ന് തോന്നി ട്രൈസെപ്സിന്. പെട്ടെന്ന് തീർന്നു പോയ പോലെ. പിന്നെ നമ്മളുടെ റെസ്റ്റ് കുറച്ച് എടുത്തിട്ട് അടിക്കാൻ തോന്നി. കാരണം അതിന് വലിയ റോളില്ലായിരുന്നു, വെറുതെ വന്നിട്ട് പോയൊരു വേഷം. എന്നാ ഫോമാ കണ്ടില്ലേ? 1 2. അടുത്ത ജിം ബ്ലോഗിൽ ഒരു ക്യാമറാമാനെയും കൂടെ ഒപ്പിക്കണം, ഇല്ലെങ്കിൽ ഒരു ട്രൈപോഡ്. നിങ്ങളുടെ പക്കൽ വല്ല മൈക്ക് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് സ്പോൺസർ ചെയ്യണം കുറച്ച് ദിവസത്തേക്ക്. കാരണം ഫണ്ട് കിട്ടുമ്പോൾ നമ്മൾ തന്നെ വാങ്ങും. ഇതിൽ നിന്ന് ഫണ്ട് കിട്ടുമ്പോഴോ എന്തെങ്കിലും ഫണ്ട് കിട്ടുമ്പോൾ നമ്മൾ വാങ്ങും. 2 മൈക്ക് ഉള്ളവരാണെങ്കിൽ നമ്മളൊന്ന് സമീപിക്കേണ്ടതാണ് ഇൻസ്റ്റയിൽ. ഇതൊരു ആജ്ഞാപനം അല്ല, റിക്വസ്റ്റ് ആണ്. നമുക്ക് ആദിലിനോട് ചോദിക്കാം. 2 മൈക്കുള്ളവർ നമുക്ക് എന്താ ചെയ്യണമെന്നാണ് നിനക്ക് ആഗ്രഹം? 2 മൈക്കുള്ളവരെ 2 മൈക്കുള്ളവർ നമുക്ക് മൈക്ക് തരണോ വേണ്ടെന്നാണോ? തരണം. എന്നാൽ 2 പേരുടെ ജീവിതം നിങ്ങൾ കരകയറ്റി എന്നാണ് അർത്ഥം. അപ്പം ആർക്കേലും 2 മൈക്ക് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സ്പോൺസർ ചെയ്യണം എന്ന് അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. അപ്പം ഇത് നമ്മുടെ ഫ്രണ്ടിന്റെ മൈക്കാണ്. ഇത് കുറച്ചാളും തിരിച്ചു കൊടുക്കണം, അതുവരെ നമുക്ക് ഈ മൈക്കിന്റെ ഉപയോഗം പറ്റത്തോളൂ. അപ്പൊ ഈ പാട്ട് നിങ്ങൾക്ക് എത്രത്തോളം ഞാൻ റിപ്പീറ്റ് ആയിട്ട് 3ാമത്തെ തൊട്ടാന്ന് തോന്നുന്നു പറഞ്ഞത്. കാരണം ഇവിടെ ഭയങ്കര സൗണ്ട്. അപ്പൊ നമുക്കിനി അടുത്ത വർക്കൗട്ട്, ലാസ്റ്റ് വർക്കൗട്ടാണ്. അപ്പൊ ഇത് ഇനി ഒരു സെറ്റും കൂടെ ഉള്ളു എനിക്ക് സായിസിനും. അപ്പൊ അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത് സായിസിന്റെ ലാസ്റ്റ് സെറ്റാണ് സുഹൃത്തുക്കളെ. ലാസ്റ്റ് സായിസിന് കൂട്ടാരനാന്ന് തോന്നുന്നു, കുറെ നേരം നോക്കിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സായിസിന്റെ ലാസ്റ്റ് സെറ്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, ബാക്ക് ടു ദ വീഡിയോ. ഏതാ വെയിറ്റ്? ഇന്നത്തെ വ്ളോഗ് ഇവിടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ് സുഹൃത്തുക്കളെ. സായിസ് ഒറ്റയ്ക്കങ്ങ് പൊക്കളഞ്ഞുകൊണ്ട് നമുക്ക് അവൻ്റെ ഇത് എടുക്കാൻ പറ്റിയില്ല. അവന്തോ അങ്ങ് ദൂരെ പോയി നിൽക്കുന്നു. അവന് കടയിൽ പോകണമെന്ന് പറഞ്ഞപ്പം നമ്മളുടെ വ്ളോഗ് ഇതാവും വരുന്ന സോം വരുന്നു. പൊക്കി നമ്മുടെ വ്ളോഗ് ഇന്ന് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണെങ്കിൽ. അപ്പോൾ സായിസ് അവിടെ നിൽപ്പുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, ബെല്ലൈക്കണൊക്കെ നിൽക്കുന്നത് ഒന്ന് സഹകരിക്കണം. അപ്പോൾ നമുക്ക് ഇതിന് ബാക്കി നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം ഗൈസ്. ബൈ.